ഹായ് കൂട്ടുകാരെ, ഞാൻ തന്നെ നിൽക്കുന്ന സ്ഥലം കണ്ടോ? വലിയ ടെമ്പിളാണ് കേട്ടോ ബുദ്ധയുടെ. ഇവിടെ എല്ലാം ട്രഡീഷണൽ കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് ആൾക്കാർ നിൽക്കുന്നത് കണ്ടോ? അടിപൊളി സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഇവിടെ. കുറേ ഞാൻ അപ്പുറത്ത് ബുദ്ധയുടെ ഏറ്റവും വലിയ പ്രതിമ ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാൻഡ് പാലസ്, ബാങ്കോക്കിൻ്റെ ഏറ്റവും ഒരു നല്ലൊരു ഭാഗം കേട്ടോ. ഒരു ദിവസം കണ്ടു ഞാൻ തീരെയല്ല. വേണ്ടോ എല്ലാവരും ഫോട്ടോ കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിരിക്കുന്നു. കോസ്റ്റ്യൂംസ് എന്തിനും കിട്ടും കേട്ടോ, നമുക്ക് വേണമെങ്കിൽ നിൽക്കാം. ഉണ്ടോ നോക്കി അല്ലേ. ഇന്ന് ബാങ്കോക്ക് നമ്മൾ ഗ്രാൻഡ് പാലസ് കണ്ടു. പിന്നെ ഇത് എന്നാ ഒരു വാട്ട് അരുൺ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ടെമ്പിളും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ബുദ്ധയുടെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രതിമയുള്ള സ്ഥലങ്ങളും. അല്ലെങ്കിൽ അവിടെ ഒരു ദിവസം കണ്ടു ഞാൻ തീരെയില്ല, അതവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ ഇറങ്ങിയതാണ്. കണ്ടോ സുന്ദരികൾ എല്ലാം അണിഞ്ഞൊരുങ്ങി നിൽക്കുക. അമ്മച്ചിമാർ തൊട്ടുണ്ട് കേട്ടോ. ഉണ്ടോ പോസ് ചെയ്യുന്നു, താർക്കുന്നവരില്ല. ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാവേ. കുത്തനെയുള്ള സ്റ്റെപ്പാണേ. അയ്യോ ഇതുണ്ട്, ഇങ്ങോട്ട് നടക്കാൻ പറ്റിയല്ലോ കേട്ടോ. അവിടെ വരെ ക്ലോസ് ചെയ്തേക്കാണേ. ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് ഓക്കെ കണ്ടോ. അതിൻ്റെ മുകളിലും എല്ലാം നല്ല ഇത് കാട്ടുകൊണ്ടില്ല കേട്ടോ. ഇവിടെ താഴെ ഇറങ്ങാം കണ്ടോ. അവിടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് ഉണ്ടാക്കുന്നതിൽ രാജകൊട്ടാരത്തിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മ്യൂസിയത്തിലൊക്കെ പോയി രാജാക്കന്മാർക്കൊക്കെ ഉണ്ടാക്കുന്നത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്ന മ്യൂസിയം ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് കുറേ യാത്ര ചെയ്തു കേട്ടോ. ഇന്ന് പിന്നെ തിയേറ്ററിലൊക്കെ പോയി ഇവിടെ ഹിസ്റ്ററി പറയുന്നത് നമ്മുടെ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഹനുമാനുമായിട്ട്, വളരെ പ്രത്യേകിച്ച് ഹനുമാനുമായിട്ടൊക്കെ ഇവിടുത്തെ ഹിസ്റ്ററിക്ക് ബന്ധമുണ്ട് കേട്ടോ. തിയേറ്ററിൽ അത് ഷോ കാണിച്ചിരുന്നു. ലങ്കയിലൊക്കെ വരുന്നതും അങ്ങനത്തെയുള്ള കഥകളും എല്ലാം. എന്നാൽ പിന്നെ നമുക്ക് യാത്ര തുടരാം അല്ലേ.